തന്നെ നമ്മളുടെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് നാം ഫാമിലി റിട്രീറ്റായി കൊണ്ടാടുകയാവുന്നുവല്ലോ. നമ്മുടെ ഈ കൂടിവരവേറ്റം അനുഗ്രഹമാകുവാനും ദൈവകൃപ അനുഭവിപ്പാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പ്രജീഷ് പ്രസാദ് ആൻഡ് ഫാമിലി ഒരു സ്പെഷ്യൽ നമ്പർ ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നു. ജ്ഞാനം എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും ഞാൻ ആ ദൈവത്തെ ഇന്നുമെന്നും എങ്കിലും ദൈവത്തിൻ വാസസ്ഥലം ആരാധിച്ചിടുമ ധന്യനാമം എങ്കിലും ദൈവത്തിൻ വാസസ്ഥലം ആരാധിച്ചിടുമ ധന്യനാമം അർപ്പിച്ചിടും എൻ സമസ്തവും സ്തോത്രത്തിൻ യാഗങ്ങളാ അർപ്പിച്ചിടും എൻ സമസ്തവും സ്തോത്രത്തിൻ യാഗങ്ങളാ ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും ഞാൻ ആ ദൈവത്തെ എന്നുമെന്നും സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും തൻ സന്നിധിയിൽ സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും തൻ സന്നിധിയിൽ സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിടും തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിടും തമ്മിൽ തമ്മിൽ ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും ഞാൻ ആ ദൈവത്തെ എന്നുമെന്നും നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിലേവർക്കും പങ്കുവയ്ക്കും നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിലേവർക്കും പങ്കുവയ്ക്കും ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും ഞാൻ ആ ദൈവത്തെ എന്നുമെന്നും എന്നിൽ നിയുക്തമം ദൈവ ഇഷ്ടം ആരാഞ്ഞറിഞ്ഞ
ജീവിച്ചിടും എന്നിൽ നീയുത്തമ ദൈവ ഇഷ്ടം അറിഞ്ഞറിഞ്ഞു ഞാൻ ജീവിച്ചിടും സത്യധർമ്മ നീതി മാർഗം നിത്യവും പിന്തുടരും സത്യധർമ്മ നീതി മാർഗം നിത്യവും പിന്തുടരും ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും ഞാനെന്നാ ദൈവത്തെ എന്നുമെന്നും. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയ റീന ജോൺ പച്ചമ്മ, പ്രിയ മാതാപിതാക്കളെ, ഇടവാങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ഇപ്രകാരം ആരാധനയ്ക്ക് ശേഷം ഇതോട് ചേർന്ന് ഫാമിലി റിട്രീറ്റായി നമുക്ക് ഒന്നിച്ച് കൂടാൻ ദൈവം ഇടയാക്കിയ മുഖാന്തരങ്ങളെ ഓർക്കുന്നു. ഇന്നത്തെ ഈ റിട്രീറ്റ് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാൻഡമിക് ടൈം ഒരു കുടുംബത്തെ, ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഏറ്റവും ടഫ് ടൈം, ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായി ഇതിനെ കാണാം. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ പുതിയ ചിറകുകൾ സൃഷ്ടിച്ച് പ്രതിരോധത്തിന്റെ പാത തീർത്ത് നമുക്ക് മുന്നേറാൻ കഴിയുക എന്നുള്ളതാണ് നമ്മെ വേദപുസ്തകത്തിലൂടെ, തിരുവചനത്തിലൂടെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പ്രിയ കൊച്ചമ്മയിലൂടെ കേൾക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് കൂടുതൽ അനുഗ്രഹമാകും എന്നുള്ളതിന് യാതൊരു സംശയവും. ഇന്നത്തെ തീം മെയിൻറ്റെയിനിങ് ദ ഫാമിലി റിതം, കുടുംബത്തിന്റെ താളം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനം അർഹിക്കുന്നു. ഇന്ന് പലപ്പോഴും പല ഭവനങ്ങളിലും റിതം നഷ്ടപ്പെടുന്നു. ഒരു മ്യൂസിക്കിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ ഇപ്പോൾ പ്രജീഷ് വായിച്ചതുപോലെ ഗിറ്റാർ പ്ലേ ചെയ്ത് അതിന്റെ റിതം നഷ്ടപ്പെട്ടാൽ പാട്ട് കേൾക്കാൻ ഇമ്പകരമാണ്. കുടുംബവും അപ്രകാരമാണ്. ഹാർമണൈസിങ് ദ ഫാമിലി, ഒന്നിച്ച് ഹാർമണൈസ് ചെയ്തുവെങ്കിൽ മാത്രമേ അത് മനോഹരമായി മാറുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പാൻഡമിക് ടൈം ഒരുപാട് ചലഞ്ചസ് ഞാനും നിങ്ങളും ഒക്കെ നേരിടുന്നു. നമ്മൾ വിശ്വാസത്തിൽ മുതിർന്നവരെങ്കിലും പലപ്പോഴും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പലതും നമ്മൾ മറന്നുപോകുന്നു. കുഞ്ഞുങ്ങളുമായുള്ള ബന്ധം, നമ്മളുടെ ഗ്രാൻഡ് പേരൻസുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ പലപ്പോഴും അതിലൊക്കെ വിടവുകൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ടൈം ഓഫ് റെസിസ്റ്റൻസ്, ഈ സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കുവാൻ നമ്മുടെ ഭവനങ്ങൾ ദൈവം ദേവാലയമാക്കി മാറ്റിയ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടൊരു ഗ്രഹനിർമ്മാണ കാലയളവ് കൂടിയാണ് ഈ പാൻഡമിക് ടൈം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് റിട്രീറ്റ് എന്ന് പറയുമ്പോൾ ദ ആക്ഷൻ ഓഫ് മൂവിങ് ബാക്ക്വേർഡ്സ്, നമ്മൾ ഒന്ന് ജീവിതത്തെ പരിശോധിപ്പാനും എവിടെയൊക്കെ നമുക്ക് അവ്യക്തതകൾ തോന്നുന്നുവോ അവിടെ ശക്തരായി മുന്നേറാൻ കഴിയുന്ന അനുഭവമാണ്. അതുകൊണ്ട് അവേ ഫ്രം എ ഡിഫിക്കൽട്ട് ഓർ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഏത് സാഹചര്യങ്ങളിലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്ത് ആക്ട് ചെയ്യാനായി കഴിയുകയാണ് റിട്രീറ്റ് എന്നുള്ള പദത്തിന്റെ അർത്ഥം. കൊണ്ട് ഇന്നിന്റെ കാലഘട്ടം തീർച്ചയായിട്ടും ഒരു പോരാട്ടത്തിന്റെ കാലം. പോരാട്ടത്തിന് തയ്യാറാകാൻ, അത് പിന്മാറി നിന്ന് അതിനെ ഒബ്സർവ് ചെയ്ത് നേരിടാൻ
ഒരു വിശ്വാസിക്ക് സമൂഹത്തിന് കഴിയേണ്ടത് ആവശ്യമാണ്. ഒരു കമ്മ്യൂണിറ്റിയായി നമുക്കും വളരെയധികം മുന്നേറാൻ ഈ കാലയളവുകളിൽ ദൈവത്തോട് ചേർന്ന് ഈ പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ഇടവകയായി ദൈവം നമ്മെ സഹായിച്ചു. അതുകൊണ്ട് കോവിഡ് കാലം ഒരു റിട്രീറ്റ് കാലം. അതുകൊണ്ട് വെൻ catastrophe that time can become our retreat. അതുകൊണ്ട് തകർന്നുപോയി എന്ന് പോകുന്ന കാലയളവുകളിലും ദൈവം ഒരു തിരിച്ചുവരവിനെ നൽകുന്നവനാണ്. എ ടൈം ഓഫ് ഹോപ്പ്, നമുക്ക് പ്രത്യാശ നൽകുന്ന അനുഭവമായി ഈ കാലയളവിനെ കാണുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് when we lost the scripture to read, എവിടെയൊക്കെ തിരുവചനം വായിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്, അവിടെ turn to the Bible, ദൈവത്തിലേക്ക് തിരിഞ്ഞ് മുന്നേറാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് God is intervene our problems. ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനാണ്. അതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ മുഖവരയായി അധികം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോടൊപ്പം ആയിരിക്കുന്ന മിസ്സസ് റീന ജോൺ കൊച്ചമ്മ, വൈഫ് ഓഫ് റവറൻഡ് എ ജോൺ ജോർജ് അച്ഛന്റെ സഹധർമ്മിണിയാണ്. കൊച്ചമ്മ അച്ഛൻ ഇപ്പോൾ നീരേഡ്മേഡ് ബദൽ മാർത്തോമ ചർച്ച് സെക്കൻഡ് റബാൻ വികാരിയായി പ്രവർത്തിക്കുകയും അവിടെയുള്ള സ്കൂളിന്റെ നമുക്കറിയാം നീരേഡ്മേഡ് ഒരു മിഷൻ സെന്ററാണ്. നമ്മുടെ ചെന്നൈ ബാംഗ്ലൂർ ഡയസസിന്റെ ഒരു മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു സെന്റർ പോയിന്റിലാണ് നീരേഡ്. അവിടെ അവര് രണ്ടുപേരും ചേർന്ന് അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. ഒരു സെന്റ് തോമസ് സ്കൂൾ, നീരേഡ്മേഡ് സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റർ സ്കൂളെല്ലാം കൊച്ചമ്മ അതിന് നേതൃത്വം നൽകുന്നു. കൊച്ചമ്മ നല്ല ഒരു വെരി ഗുഡ് കൗൺസിലറാണ്. നമ്മൾ കഴിഞ്ഞ പാൻഡമിക് ടൈമിൽ കൊച്ചമ്മയെ നമ്മൾ വിളിച്ചു. ഏറ്റവും അനുഗ്രഹകരമായ മെസ്സേജ്, വെരി ടാലന്റഡ് പേഴ്സൺ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ സെഷൻ ഏറ്റവും മീനിങ് നമ്മുടെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഏറ്റവും അനുഗ്രഹപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. താന മർത്തോമ ഇടവകയുടെ പേരിൽ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ പ്രിയ റീന ജോൺ കൊച്ചമ്മയെ ഏറ്റവും ഹാർദമായി ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ സെഷൻ ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുവാൻ പ്രിയ റീന കൊച്ചമ്മയെ ക്ഷണിക്കുകയും ചെയ്യും. കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ ദിവസം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത അനുഭവങ്ങളിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഒരുമയോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇപ്രകാരം ഒരു ഫാമിലി റിട്രീറ്റ് ക്രമീകരിച്ച് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജിജി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. റിട്രീറ്റ് എന്നുള്ള വാക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ അച്ഛൻ തന്നു. റിട്രീറ്റ് എന്നുള്ള വാക്കിൽ നിന്ന് 3 R ഉപയോഗിച്ച് ആദ്യമേ ആമുഖമായിട്ട് വാട്ട് ഇസ് റിട്രീറ്റ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ പെട്ടെന്ന് അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 is reflect. It is a time of reflection. റിട്രീറ്റിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരു വിലയിരുത്തുവാനായിട്ട് നമുക്കിടയാകണം. Second is, it is listing out resources. Second R, നമ്മുടെ മുമ്പിലുള്ള വിഭവങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. 3, ഇത് രണ്ടും ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ it is a time of rededication. So it is a time of reflection, it is a time of listing out our resources, and it is a time of rededication. ഒരു കുടുംബമായിട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ റിട്രീറ്റിൽ പങ്കുകൊള്ളുമ്പോൾ ഈ 3 കാര്യങ്ങളും നടക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ആരാധനയിൽ കൂടെ നിന്റെ സാന്നിധ്യം അനുഭവിക്കാനും
നിന്റെ ശബ്ദം കേൾപ്പാനും നീ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഒരു ഞായറാഴ്ച കൂടെ കർത്താവെ ഞങ്ങൾക്ക് ആരാധിപ്പാൻ ആയുസ്സും ആരോഗ്യവും തന്നുവല്ലോ. കർത്താവെ, ആയുസ്സും ആരോഗ്യവും ഒക്കെ ഞങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ ദാതാവിനോട് ചേർന്ന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതയാത്ര ഈ ലോകത്തിന്റെ വെല്ലുവിളികളെ കർത്താവെ നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നീ ഞങ്ങളുടെ അവസ്ഥയും അനുഭവങ്ങളും പിതാവെ നീ അറിയുന്നു. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും നിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ വെക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, പാപികളാവുന്നു, കുറവുള്ളവരാവുന്നു, ആകേണ്ടതുപോലെ ആയിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. എന്നാൽ നീ ഞങ്ങളെ ആക്കേണ്ട പോലെ ആക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അല്പസമയം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ആമേൻ. ഒരു സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ചെയ്തോട്ടെ. Okay, so you are showing the screen. That's good. So I would ask you to just keep on moving as we go onwards. Okay. Avide na screen share cheyyunnechu appo avide kuഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാം. So maintaining the family rhythm. നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റാതെ എങ്ങനെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളുടെ താളം എപ്രകാരം ക്രമീകരിക്കാം, സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ 1987 മാനേജറൽ സർക്കിളില് വലിയ ഒരു അംഗീകാരം നേടിയ ഒരു വാക്കായിരുന്നു VUCA, വൂക്ക. ഒരു പക്ഷെങ്കിൽ നമ്മൾ കേട്ട് കാണും, കേട്ടിട്ടില്ലായിരിക്കാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ വൂക്ക എന്നുള്ള ഒരു വാക്ക്, അത് ആ മാനേജറൽ ലെവലില് അവര് ജോലിക്കായിട്ട് വരുന്ന ആളുകൾക്ക് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു വൂക്ക വേൾഡ്. ആൻഡ് ദേ വാണ്ടഡ് ടു പ്രിപ്പയർ ദ സ്റ്റാഫ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് 4 things. ആൻഡ് വാട്ട് ഡിഡ് വൂക്ക മീൻ? വൂക്ക meant V stood for volatility. അതായത് വളരെയധികം ചാഞ്ചാട്ടം നിറഞ്ഞ ഒരു അനുഭവം. അവരെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ the graph is always not going to be up or the graph is always not going to be down. It is going to be up and down. So it is volatile. The second one is uncertainty. അനിശ്ചിതം ഉള്ള ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ how you have to handle yourself എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ് uncertainty. 3, complexity. Complexity എന്ന് പറയുമ്പോൾ സങ്കീർണ അവസ്ഥ. വളരെയധികം ഇങ്ങനെ ഒരു കുരു കഴിക്കുമ്പോൾ അടുത്ത കുരുക്കിലേക്ക് പോകുന്നു, അടുത്ത കുരു കഴിക്കുമ്പോൾ അതിനെക്കാട്ടി വലിയ കുരുക്കിലേക്ക് ചാടുന്നു. ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കായിരുന്നു അവർ ഉപയോഗിച്ചത്, കോംപ്ലെക്സിറ്റി. അടുത്തത് ambiguity. ambiguity എന്നുള്ള വാക്കിന്റെ അർത്ഥം വ്യക്തത ഇല്ലായ്മ. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ അവര് കണ്ടുപിടിച്ച ഈ 4 അനുഭവങ്ങൾ കൂടെ ചേർന്ന് പോകുമ്പോൾ കണ്ടുപിടിച്ച ഒരു വാക്കായിരുന്നു വൂക്ക എന്നുള്ളത്. ഇന്ന് ഈ കഴിഞ്ഞ 2 വർഷം, 1.5 വർഷത്തിൽ അധികമായിട്ട് ഞാനും നിങ്ങളും കടന്നു പോകുന്ന അനുഭവം ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. എല്ലാം അവസാനിച്ചു, എല്ലാം ജീവിതം പഴയതിലേക്ക് വന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും അവർ സെക്കൻഡ് വേവ്, തേർഡ് വേവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിൽ വീണ്ടും ഒരു എവിടെയൊക്കെയോ താളം തെറ്റുന്നത് പോലെ തോന്നുന്നു. അടുത്തത് നാളെ എന്താവുമെന്നുള്ള കുറിച്ച് പലതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ലാതെ പോകുന്നു. ഒരു പ്രയാസം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിനെക്കാട്ടി വലിയ പ്രയാസത്തിലേക്ക് പലരും ചാടിപ്പോകുന്നു. വീണ്ടും പലതിനെ കുറിച്ചും വ്യക്തതയില്ലാത്ത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ തീർച്ചയായിട്ടും ഒരു വൂക്ക വേൾഡിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. So in simple words, later they explained this word VUCA as, hey, it's crazy out there. അവിടെ അങ്ങ് ഒരുമാതിരി ഭ്രാന്ത് പിടിപ്പിക്കുന്ന അനുഭവമാണെന്നുള്ളത് എവിടെയാണ്? ഒരു പക്ഷേ കോർപ്പറേറ്റ് ലോകത്തെ കുറിച്ചായിരിക്കും അവർ അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും എല്ലാം അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ഒരു ലോകം ആകാതിരിക്കണമെങ്കിൽ
നമ്മുടെ കുടുംബത്തിന്റെ താളം നമ്മൾ തന്നെ സൂക്ഷിച്ചെങ്കിലേ മതിയാവും. And that is possible only when we look back to the word of God. എത്രയും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്നു, അവിടെയൊക്കെ കുടുംബത്തിന്റെ താളങ്ങൾ തെറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ first of all, understand that this is a reality that we are living in. The VUCA world is a reality, but we do not have control on such things. But where do we have control? നമ്മുടെ ഭവനത്തില് നമുക്കൊരു കൺട്രോൾ ഉണ്ട്, നമുക്കൊരു അവകാശമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഇന്നത്തെ നമ്മുടെ ഈ റിട്രീറ്റ് കൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഐ വിൽ യൂസ് ദ വേർഡ് rhythm. rhythm എന്നുള്ള വാക്ക് തന്നെ അക്രോണിം. അപ്പൊ നിങ്ങൾ വിചാരിക്കും 6 കാര്യങ്ങൾ കശ്മ പറയും, ഒത്തിരി സമയം എടുക്കും. ഇല്ല, എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മുടെ ഭവനത്തിലെ താളം സൂക്ഷിക്കണമെങ്കിൽ താളം തന്നെ പിടിക്കണം, അല്ലെ? ഒരു പാട്ടിലെ താളം സൂക്ഷിക്കുന്നെങ്കിൽ we all have to catch the rhythm. Then only we can maintain the rhythm. And that is how we move forward. Where do we look for? ഞാൻ ഈ വാക്യങ്ങൾ ഇവിടെ എഴുതിയേക്കുന്നത് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് വീണ്ടും മലയാളത്തിൽ വായിക്കേണ്ട താല്പര്യമുള്ളവര് ഇത് പിന്നീട് വായിക്കാം. എന്നാൽ മീഖ പ്രവാചകനും 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, he has shown you, O man, what is good, and what does the Lord require of you but to do justly, to love mercy, and to walk humbly with your God. ദൈവത്തോടും മനുഷ്യരോടും ഉള്ള ബന്ധത്തിൽ എപ്രകാരം ജീവിക്കണം എന്നുള്ളത് മീഖ പ്രവാചകത്തിൽ കൂടെ മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നും ആ ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ആ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ താളം സൂക്ഷിക്കാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം കേൾക്കുന്നു. പലര് പിന്നീട് ഫാമിലി സൺഡേയിലൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകുന്നു. 6-ാം അധ്യായത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ 2 അധ്യായങ്ങളിലെയും വേദോസ്തവത്തിൽ മറ്റ് പല ഭാഗങ്ങളിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയ ചില ആലോചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഈ 6 ആശയങ്ങളും ഈ കഴിഞ്ഞ 1.5 വർഷം എനിക്ക് വന്ന കൗൺസിലിംഗ് കേസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സെഷൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു 15 വർഷമായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു 14 വർഷം ഞാൻ കണ്ടിട്ടില്ലാത്ത കേസസ് ആണ് ഈ കഴിഞ്ഞ 2 വർഷം എനിക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഈ ഒരു 2 വർഷത്തിന്റെ കേസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ സെഷൻ ഒരു പ്രാക്ടിക്കൽ വേയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് ആർ. ഋതമിലെ 1-ാമത്തെ വാക്ക് ആർ. റീഫ്രെയിമിംഗ് യുവർ തോട്ട്സ് ടു റെഗുലേറ്റ് യുവർ ആക്ഷൻ. വികാരങ്ങളെ പാകപ്പെടുത്തുവാൻ വിചാരങ്ങളെ മാറ്റിയെടുക്കുക. വികാരങ്ങളെ പാകപ്പെടുത്തുവാനായിട്ട് വിചാരങ്ങളെ മാറ്റിയെടുക്കുക. ഇന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് ആങ്സൈറ്റി, സ്ട്രെസ്, സാഡ്നെസ്, ഫിയർ, ആങ്കർ, ഗിൽറ്റ്. ഇതെല്ലാത്തിന്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മള് ഭവനത്തിന്റെ പുറത്തും ഭവനത്തിന്റെ അകത്തും നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ഇതൊക്കെ അമിതമായിട്ട് നമ്മളെ ബാധിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? നമ്മൾ തന്നെ നമ്മുടെ മാനസിക അവസ്ഥ മാറ്റപ്പെടുകയും നമ്മളുടെ വികാരങ്ങൾ മാറ്റപ്പെടുകയും അതനുസരിച്ച് അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവർക്കും ദോഷം ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്. എന്റെ മനസ്സിൽ അമിതമായിട്ട് ദേഷ്യം, അമിതമായിട്ടുള്ള നിരാശ, അമിതമായിട്ടുള്ള ആകുല ചിന്ത എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, എന്റെ കൂടെയുള്ള എന്റെ ഭർത്താവിനെയും എന്റെ കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ അവിടെ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹൗ ടു റീഫ്രെയിം മൈ തോട്ട്സ് ടു റെഗുലേറ്റ് മൈ ഇമോഷൻസ്. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഫൈനലി ബ്രദേഴ്സ്, whatever is true, whatever is honorable, whatever is just, whatever is pure, whatever is lovely, whatever is commendable, if there is any excellence, if there is anything worthy of praise. ഇതാണ് ചിന്തിക്കേണ്ടതെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഫിലിപ്പിയ സഭയ്ക്ക് മാത്രമല്ല ഓരോ കുടുംബങ്ങളിലെ അംഗങ്ങളായിട്ട് നമ്മളെയും ഓർമ്മിപ്പിക്കുന്നത്. കുറെ മാസങ്ങൾക്ക് മുൻപ്
ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്തു. നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അവര് വർഷങ്ങളായിട്ട്, ഒരു 10-15 വർഷമായിട്ട് അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ കമ്പനിയിൽ ഒത്തിരി പേർക്ക് ലേ ഓഫ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സഹോദരിയുടെ മനസ്സിലും ഒരു ഭയം, വിൽ ഐ ലൂസ് മൈ ജോബ് എന്നുള്ള ഭയം ഒരു ചെറിയ ചിന്തയായിട്ട് അവരുടെ മനസ്സിൽ കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ എല്ലാ ദിവസവും ജോലിക്ക് മീറ്റിംഗ്സിലൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ഭയം, my job, I am going to lose my job. And she kept thinking about on those lines. One fine morning, she actually believed that she's going to lose the job because in one of the meetings, the boss who was conducting the meeting ignored her. എല്ലാ മീറ്റിംഗിലും ബോസ് ഇവരോട് നല്ല അഭിപ്രായങ്ങൾ, ആശയങ്ങളൊക്കെ ചോദിക്കുന്ന ആളാ. എന്നാൽ ഈ പർട്ടിക്കുലർ മീറ്റിംഗില് ഈ സ്ത്രീയോട് ചോദിച്ചില്ല. അപ്പോൾ അന്ന് ഭവനത്തിൽ വന്ന് she concluded, from next month I am not going to have a job. She was worried about how I am going to maintain the EMI of the house. കാരണം ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നാണല്ലോ പല EMI അടയ്ക്കുന്നത്. How we are going to maintain the EMI of the house? How we are going to help with our children's education? മുൻപിലുള്ള ചെലവ് കാണുമ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ടാൽ വളരെയധികം പ്രയാസമാകുമല്ലോ എന്നുള്ള ഒരു ഭയത്തിൽ കഴിയുന്ന ഈ സഹോദരി വീട്ടിൽ എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ്, ദേഷ്യമായിട്ട് മാറാൻ തുടങ്ങി. ഭർത്താവ് ആകുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു. കുഞ്ഞുങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആകുന്നത് അമ്മയോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇവർക്ക് അതിന് സാധിക്കുന്നില്ല. രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് തന്നെ തോന്നി അവർക്കൊരു മാനസിക രോഗമായി മാറുന്നു. ഏതായാലും before she lost her mental balance, somewhere she got my number and she talked to me. As I was talking to her, I gave her certain strategies. And the first thing that I told her was, what is the evidence that you are going to lose the job? And she said, my boss ignored me in one of the most important meetings. That means I am of no value to the company. I said, first, clarify that thought. How do you clarify? Maybe you reach out to the boss and ask how and what had happened in that particular meeting. അവള് അത് പറഞ്ഞതനുസരിച്ച് ബോസിനോട് സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, മാഡം, വാട്ട് യു സെഡ് വാസ് റൈറ്റ്. That day the boss himself was disturbed because his mother was in the hospital. It had nothing to do with my job or with my job security. പക്ഷെങ്കിൽ ആ ഒരു ചെറിയ ആശയം അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ how did it affect his family members? കുഞ്ഞുങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു, ഭർത്താവിന്റെ സമാധാനം നഷ്ടപ്പെട്ടു, ഇവർക്കും ജോലി ചെയ്യുവാനുള്ള ഒരു ആവേശം പോലും ഇല്ലാതെയായി. Next slide, please. And that made a difference in the whole family. How do we maintain a rhythm? Any thought that is affecting you in a negative way, catch it first. Check it, what is the evidence, and then change it. Catch it, check it, and change it. It's a simple strategy. വേറെ ചിലർ പറയും, എനിക്കറിയത്തില്ല, ഈയിടെയായിട്ട് എനിക്ക് ഒരു ഉറക്കവും ഇല്ല, എനിക്കറിയത്തില്ല, ഈയിടെ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ല. പക്ഷെ അവർക്ക് അവരുടെ ഒരു ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, look for the root cause. What is making you feel like this? During this pandemic, most of us are going through so many thoughts. അല്ലേ? I am stuck at home. പ്രായമുള്ളവർക്ക് തോന്നുന്നുണ്ട്, എത്ര ദിവസമായി ഞങ്ങൾ പള്ളിയിൽ നേരിട്ടൊന്ന് പോയിട്ട് ഞങ്ങൾക്ക് വീട്ടിലിരുന്നു മടുത്തു. അവിടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിന്റെ നിരാശ കൂടത്തേ ഉള്ളൂ. എന്നാൽ അതെങ്ങനെ മാറ്റേണ്ടത്? ശരിയാ, ഞാൻ ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നേ, എന്നാൽ എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ ഞാൻ ഭവനത്തിൽ ഇരിക്കുന്നത്. എനിക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഇത്രയെങ്കിലും പങ്കുകൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ദൈവത്തിന്റെ സ്തോത്രം. What I'm saying is, you have to make a conscious shift of the thoughts in your mind. I will get sick. എപ്പോൾ പുറത്തിറങ്ങി വെച്ച് ഭവനത്തിലോട്ട് തിരിച്ചു വരുന്ന ചില ആളുകൾ വിചാരിക്കും, ഞാൻ പുറത്തു പോയി എനിക്ക് തീർച്ചയായിട്ടും രോഗമുണ്ട്. അതിന്റെ കൂടെ ഒരു തുമ്മലോ ഒരു ചീറ്റലോ വന്നു കഴിഞ്ഞാൽ they conclude that I am having the corona. അത് പറഞ്ഞു തന്നെ അവർക്ക് വേറെ രോഗങ്ങളായി മാറുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, catch it, check it, and change it. Because your thoughts and emotions are not only affecting you, but other members of the family. നമ്മുടെ ഭവനത്തിലുള്ള മറ്റാളുകളെയും കൂടി ഇത് എഫക്ട് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ അത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ
താളം തെറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പല കുടുംബങ്ങളും ഈ 2 വർഷത്തിൽ ഡിവോഴ്സ് കേസസ് കൂടിയിട്ടുണ്ട്. ഈ 2 വർഷത്തിൽ കുടുംബ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്. ഈ 2 വർഷത്തിൽ കുടുംബത്തിലെ ബന്ധങ്ങൾ തകർന്നത് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കൊറോണയെ ഒരുപക്ഷെങ്കിൽ ബ്ലെയിം ചെയ്യാമെങ്കിൽ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ ഭവനങ്ങളെ ഇത് ബാധിക്കുന്നു. സോ ഐ ഹാവ് പുട്ട് എ പിക്ചർ ഹിയർ, thermostat and thermometer. What is the difference between the two? Because a thermometer raises the temperature. In a thermometer, the temperature rises according to the situation. But a thermostat will never change with the situation. Whatever is the capacity of that thermostat is, it will remain like that. We are all called to be thermostats in our homes. If we become a thermometer, our temperature will also rise. Somewhere everything will explode. Enne kelkuna madabidakale, enne kelkuna kunyingale, each of us are dealing with our own challenges. Let us be thermostats in our homes instead of becoming thermometer. Next slide, please. The adutha vaaka H, rhythm ennulla vaakil adutha vaaka H. Honor each other. Romer kizhya lekhanam 12ാം അധ്യായം 10ാമത്തെ വാക്യം. Love each other with genuine affection and take delight in honoring each other. ഇതെല്ലാം സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനമാണല്ലോ. പക്ഷെങ്കിൽ സഭ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? ഓരോ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് സഭ. അപ്പൊ ആദ്യം ഇത് പാലിക്കപ്പെടുന്നത് എവിടെയാണ്? ഒരു കുടുംബത്തിലാണ്. സോ ലെറ്റ് us start honoring each other. പരസ്പരം മാനിക്കുവാനായിട്ട് സാധിക്കണം. ആരെ മാനിക്കണം? Who should honor whom? Wife should honor husband? Only? No. It is each other. Husband should honor wife. Wife should honor husband. Children should honor parents. And parents should also honor their children. അവിടെയാണ് ഒരുമിച്ചുള്ള ഒരു ഓണറിങ് നടക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും they are definitely to be honored. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പരസ്പരം മാനിക്കുവാൻ ബഹുമാനിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെയാണ് കുടുംബത്തിന്റെ താളം തെറ്റാതെ സൂക്ഷിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഓണർ എന്നൊക്കെ പറയുന്ന വലിയ മെഡലോ വലിയ സർട്ടിഫിക്കറ്റോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓണർ, അതൊക്കെ ഒരു ലെവലില്. പക്ഷെ നമ്മുടെ ഭവനത്തിൽ അതല്ല ആവശ്യം. നമ്മുടെ ഭവനത്തിൽ വലിയ മെഡലോ ഡയമണ്ട് നെക്ലസോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡലോ അതൊന്നും അല്ല ആവശ്യം. അതൊക്കെ ലോകത്തിന്റെ പല സ്ഥാനങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഇടങ്ങളുണ്ട്. എന്നാൽ വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ വേ of honoring each other at home? Can move on to the next slide, please. How do we honor each other? 2 simple things: appreciate and gratitude. Right? This is the emotional need of a family. Adinte oru pyramid a njan kaanichekkunne. Respect il thodangunu, we appreciate each other, we recognize each other, we support each other, and at the top we are all full of gratitude with each other, and then comes happily ever after. That is love. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ദിസ് ഇസ് വാട്ട് ദ ഇമോഷണൽ നീഡ് ഇൻ എ ഫാമിലി ബോണ്ടിങ്. ഈ ഇമോഷണൽ നീഡ് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാതെ പോകുമ്പോൾ വി ലുക്ക് ഫോർ ഓൾ ദിസ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ്. അവിടെയാണ് നമ്മൾ വിറ്റാമിൻ എല്ലിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. വിറ്റാമിൻ എൽ എന്ന് പറയുമ്പോൾ ലൈക്സ്, കമന്റ്സ് അല്ലെ, അതിനു വേണ്ടിയാണല്ലോ എന്തും പോസ്റ്റ് ചെയ്യാൻ ഇന്ന് കുഞ്ഞുങ്ങള് ഇറങ്ങി തുനിയുന്നത്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, മാതാപിതാക്കളും ഏത് പ്രായത്തിലുള്ള ആളുകളും we are all crazy for vitamin L because somewhere it is deficient in our homes. How can we give this? If we are able to maintain this pyramid well. And simple ways of honoring each other is appreciate and gratitude. നമ്മുടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കുഞ്ഞെ നീ ചെയ്തത് നന്നായി, താങ്ക് യു എന്ന് പറയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മള് ഒരു പക്ഷെങ്കിൽ നാട്ടുകാരുടെ പോസ്റ്റിനെ കണ്ട് ഒത്തിരി കമന്റ്സ് ഇടുന്നവരായിരിക്കാം. പക്ഷെ സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും ഒന്ന് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരു കപ്പിൾ ഈ കോവിഡ് കാലം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പറയുന്ന എല്ലാ എക്സാമ്പിൾസും ഞാൻ ഈ കാലഘട്ടത്തിൽ ഹാൻഡിൽ ചെയ്ത കേസാ. അപ്പോ ഹസ്ബൻഡ് വൈഫ് കപ്പിൾ കൗൺസിലിംഗിന് വന്ന സമയത്ത് വൈഫ് പറഞ്ഞത്,
We have been married for 14 years. I have never heard one positive word from him. I'm emotionally drained out. But right now, I'm doing everything as a responsibility. ഒരു ഉത്തരവാദിത്വം എന്നുള്ള ചിന്തിച്ച് തന്നെ ഞാൻ ഓരോ ദിവസവും എൻ്റെ പണി അങ്ങ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു 2 വർഷത്തിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിനേക്കാട്ടിൽ അമിതമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ആ സഹോദരി പറഞ്ഞ ഇതേ അപ്പന്റെ മക്കളാ വീട്ടിലുള്ളവര്. അവരുടെ വായിന്ന് പോലും ഒരിക്കലും ഒരു നല്ല വാക്ക് എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അവര് പറഞ്ഞത് ഒരു ദിവസം ഇറ്റ് കെയിം ടു ദ മാക്സിമം ആൻഡ് ലോസ്റ്റ് ഇറ്റ്. ഐ സെഡ് വാട്ട് ഹാപ്പൻ? അപ്പൊ പറഞ്ഞു ഒരു ദിവസത്തെ ഫുൾ ഡേ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് 4 മണിയായപ്പോ ഞാൻ ഓർത്തു എല്ലാവരും വീട്ടിലുണ്ടല്ലോ, എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡിനും പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് കുറെ നേരം ഒരു ബേക്ക് ചെയ്ത ഒരു സാധനം, അത് കുറെ പ്രോസസ്സിംഗിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാധനമാണ്, അതുണ്ടാക്കി ടേബിളിൽ വെച്ചു. ഹസ്ബൻഡ് ലാപ്ടോപ്പിൽ ഇരുന്ന് ജോലി ചെയ്യുക, കുഞ്ഞുങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ആൻഡ് വെൻ ഐ ate it, I knew it came out good. But when I put it in the plate of the table, on the table of my husband, he didn't even realize what he was eating. എന്തോ വിഴുങ്ങി. കുഞ്ഞുങ്ങള് അവരും പഠിത്തത്തിന്റെ ഇടയിൽ അവർക്ക് ഇത് കൊടുത്തത് അവരും കഴിച്ചു. അമ്മ ഇത് എങ്ങനെ ഉണ്ടാക്കി, അമ്മ നന്നായിരുന്നു എന്നുള്ളത് പറയാൻ ഈ കുഞ്ഞുങ്ങൾക്കോ അപ്പനോ നേരം കിട്ടിയില്ല. പോട്ടെ, അതും സാരമില്ല. വൈകിട്ട് എല്ലാം ക്ഷീണിച്ചിട്ട് ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം കാണാം ഭർത്താവിന്റെ കമന്റ്. ആരുടെ പോസ്റ്റിലാ കമന്റ് ചെയ്തേക്കുന്ന അറിയാമോ? ഇവരുടെ വീട്ടിലെ ഒരു ബന്ധത്തിലുള്ള ഒരു കസിൻ ഒരു കേക്ക് ഉണ്ടാക്കി. ആൻഡ് ഷീ ഹാസ് പോസ്റ്റഡ് ഇറ്റ് ഓൺ ദ സോഷ്യൽ മീഡിയ. ലോക്ക്ഡൌൺ കുക്കിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ഇടുന്നുണ്ടല്ലോ. ആ ലോക്ക്ഡൌൺ കുക്കിംഗ് ഉണ്ടാക്കിയ പോസ്റ്റിൽ എന്റെ ഭർത്താവ് നീണ്ട ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതോടുകൂടി അവരുടെ എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടു. ആൻഡ് they had a big argument which led from one thing to another. Was it her genuine need? Yes. We take people in our home for granted. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല. ഈ കോവിഡ് കാലത്ത് ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ ഒരു പരാതി എന്തായിരുന്നു അറിയാമോ? ആകെ കൂടെ 12 മണി വരെ ഉള്ളൂ കട തുറക്കുന്നത്. അപ്പോൾ 12 മണിയാകുമ്പോൾ ഭാര്യ ഒരു ലിസ്റ്റ് തന്നേച്ച് പറയും ഈ സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വരാൻ. ഞാൻ ആ കടയുടെ മുൻപിലുള്ള വട്ടത്തിലും കസേരയിലും ഒക്കെ എങ്ങനെയും ഒക്കെ ഇരുന്ന് സാധനങ്ങൾ മേടിച്ചോണ്ട് വരുമ്പോൾ ഭാര്യയുടെ പരാതി, മാങ്ങ ആവശ്യത്തിന് പഴുത്തില്ല, പഴം കൂടുതൽ പഴുത്തുപോയി. പരാതിയുമായിട്ടിരിക്കുന്ന ഭാര്യ. ഭർത്താവ് പറഞ്ഞു എനിക്ക് മടുത്തു. സോ എവ്രിബഡി ഈസ് ഫെഡ് അപ്പ് ഓഫ് ഈച്ച് അതർ. കുഞ്ഞുങ്ങൾ പറയുന്നത് we are busy with our online classes, we are busy with our other things, and we are doing our part, but our parents are never satisfied. What I'm trying to remind my dear family members is look for small things where we can appreciate each member of the family. നിങ്ങളുടെ കുഞ്ഞ് കഴിക്കുന്നിടത്തു ആ ഗ്ലാസ് എടുത്ത് അടുക്കളയിലോട്ട് വന്നു, മോനെ താങ്ക് യു, ദാറ്റ് വാസ് റിയലി നൈസ് ഓഫ് യു എന്നൊന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? നിങ്ങളുടെ കുഞ്ഞ് ആ വാഷിംഗ് മെഷീനിലോട്ട് തുണി ഒന്നിട്ട് സഹായിച്ചെങ്കിൽ ദാറ്റ് ഇസ് റിയലി നൈസ് എന്നൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? കുഞ്ഞുങ്ങൾക്ക് മറിച്ച് മാതാപിതാക്കളോട് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഇസ് ദ വേ വി ആർ ഗോയിങ് ടു മെയിൻറ്റെയിൻ ദ റിതം ഇൻ ദ ഹൗസ്. സിമ്പിൾ തിങ്സ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. That is how we honor each other, appreciate and gratitude, because we are all going through tough times. നമ്മള് ഒഴുക്കുന്ന എതിരെ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തില്ല അല്ലെ? We are swimming against the tide in all senses. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, മാതാപിതാക്കൾക്ക് ശമ്പളം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യം അല്പം അപ്രീസിയേഷൻ, അല്പം നന്ദി. ഒരു സാരിയില്ല അമ്മ, ഇന്ന് ഇത്രയെല്ലാം ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ, കുഴപ്പമില്ല, ഞങ്ങൾ ഇത് വെച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പരസ്പരം ബഹുമാനിക്കുവാൻ, മാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ കുടുംബത്തിന്റെ താളം തെറ്റാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. അടുത്തത്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. വൈ? ആദ്യത്തെ നിങ്ങൾ ഒരു പിരമിഡ് കണ്ടത് ഇമോഷണൽ പിരമിഡ് which goes up. The base was bigger and the top was smaller. Now third one is yield to each other. Yield എന്ന് വന്നപ്പോഴത്തേക്ക് എന്നാ സംഭവിച്ചത്? അപ്സൈഡ് ഡൗൺ വന്നു അല്ലെ? ആദ്യത്തെ ബേസ് ഇപ്പൊ മേളി വന്നു ആൻഡ് ദ ട്രയാങ്കിളുടെ പോയിന്റ് താഴോട്ട് വന്നു. ഇത് നമ്മൾ ഇന്ത്യയിൽ വലുതായിട്ട് കാണത്തില്ല, കാരണം yield ചെയ്യാൻ ആർക്കും ക്ഷമയില്ല.
പക്ഷെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് നമ്മൾ എവിടെ പോയാലും ട്രാഫിക് സിഗ്നലിന്റെ വലിയൊരു സിഗ്നൽ തന്നെയായിട്ടുണ്ട്. ഈൽഡ്, വെയിറ്റ് there for some time. അപ്പം who waits? Even though it would be my right, but usually people feel, okay, let the other person go. വിട്ടുകൊടുക്കാൻ ഒരു മനോഭാവം, right? Yielding. And ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, it says, do nothing out of selfish ambition or vain conceit, but in humility consider others better than yourselves. ഇത് yield ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠർ എന്ന് എണ്ണുമ്പോൾ മാത്രമേ നമുക്ക് yield ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഭവനത്തിലെ പിതാവ് മാത്രം ഒരു വലിയ ആളായിട്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ ശമ്പളം കൂടുതലായതുകൊണ്ട് അവര് മാത്രം വലുതായിട്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് മക്കൾ വലുതായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ താളം തെറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പരസ്പരം ഒന്ന് ഈൽഡ് ചെയ്തു കൊടുക്കുവാൻ, അതായത് പരസ്പരം ആവശ്യങ്ങളെ മനസ്സിലാക്കി ഒന്ന് സഹകരിക്കുവാൻ, ഒന്ന് താണുകൊടുക്കുവാൻ ഇടയാകുമെങ്കിൽ അവിടെയാണ് കുടുംബത്തിന്റെ താളം തെറ്റാതെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. How do we practically yield to each other? Next slide, please. How do we practically yield to each other? 2 simple ways: accept and apologize. Yielding is the willingness. അത് അണ്ടർലൈൻ ചെയ്ത് പറയട്ടെ. അത് വിട്ടുകൊടുക്കാനുള്ള ഒരു താല്പര്യം, ഒരു തീരുമാനം, അത് അക്സെപ്റ്റ് ചെയ്യാൻ. അക്സെപ്റ്റ് എന്താണ്? ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട്, അല്ലെ? 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാമ്പത്തിക അവസ്ഥയാണോ ചിലർക്കെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. വേറെ ചിലരുടെ ഭവനത്തിൽ രോഗങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ പരസ്പരം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, ഓക്കെ, എന്റെ പിതാവിന്റെ സാഹചര്യം ഇപ്പോഴിതാ, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അവസ്ഥ ഇതാ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതാ എന്ന് പരസ്പരം മനസ്സിലാക്കുമ്പോൾ we are able to accept each other. എന്നാൽ ഇന്ന് എവിടെയാണെന്നല്ല ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് ആളുകളും കുഞ്ഞുങ്ങളും ഒക്കെ അവരുടെ ജീവിതം തന്നെ മടുത്തു എന്ന് പറയുന്നത്. ഒറ്റ സ്റ്റേറ്റ്മെന്റാ, nobody understands me. ഈ കോവിഡ് കാലം nobody understands me എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വരിക. ഒരു തരത്തിലായിരിക്കാം ഭർത്താവ് വീടിന്റെ പല കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, വേറെ പല രീതിയിലായിരിക്കും അമ്മ ക്രമീകരിക്കുന്നത്, കുഞ്ഞുങ്ങൾ ക്രമീകരിക്കുന്നത്. എന്നാൽ അവിടെ ആർക്കും ആരെയും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ താളം തെറ്റും. ഈ പുറം ലോകത്ത് നടക്കുന്ന പല സാഹചര്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കല്ല, വൂക്ക, അത് നമുക്ക് മാറ്റാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഭവനത്തിലെ റിതം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. എക്സെപ്റ്റ്, വീണ്ടും ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു മാതാവ് കുറെ മാസങ്ങൾക്ക് മുൻപ് വളരെയധികം സങ്കടപ്പെട്ട് അവരെന്നെ വിളിച്ച് കരഞ്ഞത് അവരുടെ ചില വേദനകൾ പങ്കുവെക്കാൻ വേണ്ടി. ആ പങ്കുവെക്കലിന്റെ അനുഭവത്തിൽ കൂടെ അവർ പറഞ്ഞത്, മാഡം, ഒത്തിരി ജീവിതത്തിൽ നഷ്ടം ഉണ്ടായി ഈ ഒരു 2 മാസം കൊണ്ട്. ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ ജോലിയും കൂടെ നഷ്ടപ്പെട്ടു. ഭർത്താവ് വർഷങ്ങളായിട്ട് ഗൾഫിലാണ്, എന്നാൽ വേണ്ടത്ര സാമ്പത്തിക നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞു പോകുവാനുള്ള ഒരു ശമ്പളം മാത്രമേ ഭർത്താവിനുള്ളൂ. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. അപ്പോൾ മാഡം പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം, ഇനി എന്തെങ്കിലും ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തുവാനായിട്ട് ഇടയാകണം എന്നൊക്കെ നമ്മൾ ക്രിസ്ത്യൻ ആണെന്ന് മനസ്സിലാക്കി തന്നെ അവർ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും അവർ പറഞ്ഞ അടുത്ത വാക്കാണ് എന്നെ വളരെയധികം വേദനിപ്പിച്ചത്. അവർ പറഞ്ഞത്, ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളത് വേദനാജനമായ ഒരു സംഗതി തന്നെയാണ്, എന്നാൽ അതിനെക്കാട്ടി വലിയ പ്രയാസം എന്റെ മക്കളോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇതൊന്നും കേട്ട ഭാവം പോലും കാണിക്കാതെ എന്റെ മകൾ ഒരു മൊബൈൽ ഫോണിന്റെ ഡിമാൻഡ് മുമ്പിൽ വെച്ചു. ആൻഡ് ദാറ്റ് കോസ്റ്റ് അറൌണ്ട് 25,000 to 30,000. അത് വെച്ചപ്പോൾ ഐ സെഡ്, ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറ്റത്തില്ല എന്ന് ആ മകളോട് പറഞ്ഞപ്പോൾ മകളുടെ മറുപടി, ഐ ഡോണ്ട് കെയർ വാട്ട് എവർ യുവർ സിറ്റുവേഷൻ ഇസ്, ബട്ട് ഐ വുഡ് വാണ്ട് ദ മൊബൈൽ വിച്ച് ഐ ലൈക്ഡ്. അപ്പൊ അമ്മ പറഞ്ഞത്, ഞാൻ എവിടെയാ പരാജയപ്പെട്ടെ ആസ് എ മദർ ടു ബ്രിങ് അപ്പ് മൈ ചൈൽഡ് ഇൻ ദ റൈറ്റ് വാല്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞു, മേ ബി യുവർ ഡോട്ടർ ഡസ് നോട്ട് റിയലൈസ് ദ റിയൽ സിറ്റുവേഷൻ. അപ്പൊ ഈ അമ്മ വീണ്ടും വേദനയോട് പറഞ്ഞു, ഇല്ല, she knows everything, but right now she is only thinking about her need.
അവളുടെ ഒരു ആഗ്രഹം, അവളുടെ ഒരു ആവശ്യത്തെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഈ ഒരു മൊബൈലിന്റെ ഒരു നിർബന്ധം അവൾ പിടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചങ്ക് തകർന്നു പോയി. ഇനി കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുടെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു കാണും. അത് ഒരുപക്ഷെങ്കിൽ നമ്മളോട് അവർ പറഞ്ഞു കാണും, പറഞ്ഞില്ലായിരിക്കാം. എന്നാൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി സഹകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഭവനത്തിന്റെ താളങ്ങൾ തെറ്റാതെ വണ്ണം സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. 2 വർഷം മുൻപ് വരെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ പല കാര്യങ്ങളും ഇന്ന് അവർക്ക് നൽകാൻ പറ്റാത്തത് സാഹചര്യങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ഒരുപക്ഷെങ്കിൽ ഭർത്താക്കന്മാർക്ക് പഴയതുപോലെ പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. വേറൊരു ഭർത്താവ് പറഞ്ഞതാ, 2 വർഷം മുൻപുള്ള ചെലവ് തന്നെയാണ് ഇന്നും എന്റെ ഭാര്യ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള വേദനയിൽ ആ ഭർത്താവ് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, are we able to understand the real situation that our family is going through? അവരുടെ വേദന മനസ്സിലാക്കി അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാനായിട്ടും സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റാതെ വണ്ണം നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. So I said, what is yielding? Yielding is willingness to accept the situation of people around me and willing to change myself according to that. ഇന്ന് നമ്മുടെ ഏത് ന്യൂസ് കണ്ടാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, എവറി ഡേ വാട്ട് യു ആർ സീയിങ് ഇസ് people are becoming more and more demanding, അല്ലേ? സെൽഫ് സെന്റേർഡ് ആയി മാറുക. എന്റെ കാര്യം നടക്കണം, എന്റെ ആവശ്യം നടക്കണം. അത് ഭവനത്തിലായാലും സ്കൂളിലായാലും ജോലി സ്ഥലത്തായാലും ഇടവകയിലായാലും കൂട്ടായ്മയിലായാലും ഇതെല്ലാം എന്റെ കാര്യം നടക്കണം. ഒരു പക്ഷെങ്കിൽ ഈ ഒരു കൊറോണ കാലം ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിച്ചത് നമ്മൾ ഒത്തിരി സ്വയ സ്നേഹികളായി മാറി, അല്ലെ? സെൽഫ് സെന്റേർഡ് ആയി മാറി, സെൽഫ് ലവിങ് ആയിട്ട് മാറി. അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് വരാനും കൂടെ ഈ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടോ എന്ന് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്റെ ഈ ഒരു സാഹചര്യത്തിലെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് ഒന്ന് സഹകരിക്കുവാനായിട്ട് സാധിക്കുമോ? ദാറ്റ് ഇസ് വെയർ ഐ ക്യാൻ മെയിൻറ്റെയിൻ. അപ്പോളജൈസ്. നമ്മൾ ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മോളില് തിരക്കിട്ട് അല്ലെങ്കിൽ തിടുക്കത്തിൽ ഏതെങ്കിലും കൗണ്ടറിലോട്ട് പോയി എന്തെങ്കിലും മേടിക്കുമ്പോൾ ആരെങ്കിലും അറിയാതെ വന്ന് നമ്മളെ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വായിൽ നിന്ന് വരും സോറി, അല്ലെ? നമ്മൾ അതിന് ചിന്തിക്കുക വേണ്ട. എന്നാൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഒരു ജീവിത അനുഭവങ്ങളിൽ രാവിലെയുള്ള തിരക്കിന്റെ അനുഭവത്തിൽ പെട്ടെന്ന് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് തുടക്കത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് എവിടെയോ നമ്മുടെ കുഞ്ഞ് ഓടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ കയ്യിലിരുന്ന പാൽകുപ്പി അല്ലെങ്കിൽ പാലിന്റെ ഗ്ലാസ് താഴോട്ട് വീണുമ്പോൾ നമ്മൾ എന്നാ പറയും? നിനക്ക് കണ്ണ് കാണത്തില്ലേ? So how the difference of the reaction at the two different places. Outside world we are quick to apologize, but in the home apology is very difficult. I am sorry എന്ന് പറഞ്ഞാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ആ സോറി പറയാൻ ഞാൻ എപ്പോഴും പല കൗൺസിലിംഗ് സെഷനിൽ പറഞ്ഞിട്ടുള്ളതാ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കൗൺസിലിംഗ് സെഷനാണ്. 6 മണിക്കൂർ ഞാൻ ഒരു കപ്പിളിനെ ഇരുന്ന് കൗൺസിൽ ചെയ്തു. അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നം കഴിഞ്ഞു. എന്നിട്ട് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് ഞാൻ പറഞ്ഞു, ഈ ഒരു ഗുളിക മാത്രം ഒരാഴ്ച കഴിച്ചിട്ട് വരിക. അതായത് എന്തുണ്ടെങ്കിലും സോറി പറയാൻ മടിക്കണ്ട. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കാം. 6 മണിക്കൂർ ഇവരോട് സംസാരിച്ചതിന്റെ ക്ഷീണം എനിക്കുണ്ട്. ഞാൻ ഓടി അടുക്കളയിലോട്ട് ചെന്ന് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് കഥ കടച്ചു വെച്ച് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് വീണ്ടും ബെല്ലടിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവര് തന്നെ വീണ്ടും നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി, വല്ലതും മറന്നോ? ഇല്ല. ഭാര്യയുടെ ചോദ്യം, ആരാദ്യം സോറി പറയേണ്ടിയേ? ഞാൻ പറഞ്ഞു, the one who values the relationship. Who should apologize first? The one who values the relationship. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പല കുടുംബങ്ങളുടെയും പ്രശ്നം ഒരു സോറി, ഒരു അപ്പോളജി പറഞ്ഞാൽ തീരും. എന്നാൽ our ego does not allow us to do. So yielding is the willingness to accept the situation and change, mold ourselves, and also to apologize. What does a proper apology has? ഇവിടെ ഞാൻ അതിന്റെ 3
റിയലൈസിങ് വാട്ട് ഡിഡ് ഐ ഡു റോങ്. എല്ലാ പ്രാവശ്യവും സോറി പറഞ്ഞു വെച്ച് വീണ്ടും അടുത്ത ദിവസം ആവർത്തിക്കുന്നതാണോ അപ്പോളജി? അല്ല. തിരിച്ചറിയുക എനിക്ക് എവിടാ തെറ്റ് പറ്റിയത്, എനിക്ക് അതിന്റെ വിഷമമുണ്ട്, അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓരോ ദിവസവും ഇത് ആവർത്തിച്ച് സോറി പറയുന്നത് കൊണ്ട് സോറി എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും നമ്മൾ ഇല്ലാതാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുന്നു. അവിടെ അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സോറി പറയാനായിട്ട് സാധിക്കുന്നില്ല. പറഞ്ഞാലും ഒരു വീണ്ടും ആവർത്തിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ നാം തന്നെ തിരിച്ചു പിടിച്ചെങ്കിൽ അത് ശരിയാകത്തുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക. നെക്സ്റ്റ് വൺ ഇസ് T. Talk it out. Talk it out. Proverbs 18:21 tells us the tongue has the power of life and death, and those who love it will eat its fruit. ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും മിനിമം 3 ലാംഗ്വേജ് എങ്കിലും അറിയാം അല്ലെ? ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജും പറഞ്ഞ ആളുകളാ, പഠിച്ച ആളുകളാ. പക്ഷെങ്കിൽ നമ്മുടെ ഭവനത്തിൽ സംസാരമുണ്ടോ? Are we talking in it enough? What are we talking? How are we talking? ഇതൊന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ കുട്ടികളുടെ ഇടയിലുള്ള കൗൺസിലിംഗ് ആയിരുന്നു വർഷങ്ങളായിട്ട്, ഫാമിലി കൗൺസിലിംഗും ചെയ്യും. എന്നാൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ പല കാര്യങ്ങൾ അവർ മനസ്സിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മാനസിക വൈകല്യം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ did you tell it to anybody? അവർ പറയുന്ന nobody has time to listen, or I can't say it at home because they are going to pounce at me. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്ന അനുഭവങ്ങളിൽ കൂടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒരു ഔട്ട്ലെറ്റ് ആയി മാറുന്നു. അവർ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങളും വലിയ കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കഴിഞ്ഞിടയിൽ എനിക്ക് പണ്ട് പരിചയമുള്ള ഒരു കുട്ടി, ആ ചെറുപ്പക്കാരൻ, അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, I am done with life. I don't think there is any purpose or meaning in life എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അവന് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പം സാധാരണ നമ്മൾ ആരെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്താൽ 1-2 പേരിലും ലൈക്കോ എന്തെങ്കിലും കമന്റ് ഇടുന്ന, ഈ ചെറുപ്പക്കാരൻ പോസ്റ്റ് ചെയ്തിട്ട് ആരും കമന്റും ഇട്ടിട്ടില്ല, ഒന്നും ലൈക്കും ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു യുവാവിനെ എനിക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ വിളിച്ചത്, സമയം കിട്ടാഞ്ഞത്. വിളിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്നാ മോനെ നിന്റെ ജീവിതത്തിലെ പ്രയാസം? But he was going through a lot of complexities in his life. 2 ദിവസമായി അവൻ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ ചോദിച്ചു, what are you doing? I'm just sitting on a chair and thinking of what has happened in my life in the past 6 months. അപ്പൊ ഞാൻ പറഞ്ഞു, can you do a video call? സാധാരണ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത, കാരണം ബോഡി ലാംഗ്വേജ് ഓൾസോ ഹാസ് എ ലോട്ട് ടു സേ. അപ്പം വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് അവന്റെ ഒരു കോലം, കുളിച്ചിട്ട് 2 ദിവസമായി, താടി മീശ എല്ലാം ഇങ്ങനെ വളർന്നിരിക്കുന്നു. അവനെ കണ്ടാൽ അറിയാം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, how have you been surviving the past week? Oh, I just have a bottle of Coke with me and I have been having in intervals and that is helping me to survive. പിന്നെ അവന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായ വലിയൊരു വേദന എന്ന് പറഞ്ഞത്, ഇവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് അവൻ തന്നെ ചോദിച്ചു, കൊച്ചമ്മ, why did you call me? Because none of my friends want to know what I was going through, including my family members who are at home. Why the family members? Because they don't think that I have pain in my life. They feel I'm just a stubborn, arrogant person. അവരുടെ ചിന്ത ഞാൻ അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരനാണെന്നുള്ളത് അവരുടെ തോന്നൽ. എന്റെ മനസ്സിന്റെ വേദന കേൾക്കാൻ എന്റെ ഭവനത്തിൽ പോലും ആരുമില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞത് എനിക്ക് വളരെയധികം വേദനപ്പെടുത്തിയത്, ഇൻഫാക്ട് കൊച്ചമ്മ, ഐ എം വാണ്ടിങ് ടു എൻഡ് മൈ ലൈഫ്. ഇത് നമ്മുടെ മാർത്തോമ്മ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനായി പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, let our homes be places where we can talk it out what we are going through, so that we don't have to reach to the outside world or to the social media where we have to post our problems, because the world is not interested in listening to our problems. The world has the problems of their own. ലോകത്തില് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും വേദനകളും എല്ലാവരും കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ ഞാനും നിങ്ങളും പോസ്റ്റ് ചെയ്യുന്ന വേദനകൾ ആർക്കും കേൾക്കാനുള്ള ഒരു സമയമില്ല.
പക്ഷെ അതെവിടെയാ ഉണ്ടാകേണ്ടതെന്ന് അറിയാമോ? ഇറ്റ് ഹാസ് ടു ബി അറ്റ് ഹോം. ടോക്ക് ഇറ്റ് ഔട്ട്. ഈ 2 വർഷം കൊണ്ട് ഭർത്താവ് അനുഭവിക്കുന്ന വേദന ഭാര്യ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജോലിയിലുള്ള സങ്കീർണ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇത് ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പഴി ചാരുവാൻ ആരെയുമില്ല, പക്ഷെ സ്വയം തന്നെ. നമ്മുടെ ഭവനങ്ങൾ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. എപ്രകാരം? ടു ടോക്ക് ഇറ്റ് ഔട്ട്, വേർ ഐ എം ഏബിൾ ടു ടോക്ക് കംഫർട്ടബിളി അബൌട്ട് ദ സിറ്റുവേഷൻ. അത് നമ്മുടെ 4 വയസ്സുള്ള കുഞ്ഞായിരിക്കാം, 16 വയസ്സുള്ള ടീനേജ് ആയിരിക്കാം, 28 വയസ്സുള്ള ജോലിക്കാരനായ യുവാവായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം ചെയ്തയച്ച ഒരു പെൺകുട്ടിയായിരിക്കാം. ഇവർക്കൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം, മനസ്സ് തുറക്കാനുള്ള സ്വാതന്ത്ര്യം, എപ്രകാരം, എങ്ങനെ, എന്ത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രമേ പല കുടുംബത്തിന്റെയും താളങ്ങൾ തെറ്റാതെ നമുക്ക് സൂക്ഷിക്കും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വാട്ട് ഡസ് എ റിയൽ ടോക്ക് ഇൻക്ലൂഡ്? റിയൽ ടോക്ക് ഇൻക്ലൂഡ് ടോക്കിംഗ്, ലിസ്ണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. നമ്മൾ കോർപ്പറേറ്റ് ഫീൽഡിൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഭവനത്തിൽ ഇസ് ഓൾ ദിസ് 3 included, or it is one person talking continuously and the other person is just expected to listen? No, everybody gets an opportunity to talk, everybody gets an opportunity to listen, and everybody gets an opportunity to understand, so that we don't have to scream. ഇന്ന് പലര് അലിക്കുന്ന എന്ത് പറഞ്ഞാന്നറിയാമോ? Listen to me, understand me എന്നാണ് നമ്മൾ പലപ്പോഴും ഉച്ച ശബ്ദത്തിൽ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം പല ഭവനങ്ങളിലെയും കമ്മ്യൂണിക്കേഷനിലെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ it is important that a real talk includes talking, listening and understanding. And how can that happen? Only when we have a quality time. ഇവിടെ ഞാൻ കാണിച്ച ഒരു ലാസ്റ്റ് പിക്ചർ, quality time with each member of the family. Next one please. 5, holding on to faith. ഈ 2 വർഷങ്ങളുടെ അനുഭവത്തിൽ നമ്മുടെയൊക്കെ ഭവനത്തിലും കുടുംബങ്ങളിലും ഒത്തിരി ചലഞ്ചസ് വന്നു, വേദനകൾ വന്നു, പ്രയാസങ്ങൾ വന്നു, നഷ്ടങ്ങൾ വന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഈ അനുഭവങ്ങൾ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ഇടയായോ, അതോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് കാരണമായോ? ഞാനും നിങ്ങളും അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും ജീവിതത്തിലെ ഈ വേദനകൾ, വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ either we walk away from God or we walk towards the cross. Either we walk away from God or we walk towards the cross. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, we have this hope as an anchor for the soul, firm and secure. നിങ്ങൾ ഇതൊക്കെ പിന്നീട് മലയാളത്തിൽ വായിക്കുക. We have this hope as an anchor for the soul. ഹോപ്പിന്റെ ആവശ്യം എവിടെയാ ഉള്ളത്? ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാ ഉള്ളത് അല്ലെ? നമുക്ക് പ്രതീക്ഷ മറ്റൊന്നിലും, പ്രത്യാശ മറ്റൊന്നിലും ഇല്ല എന്ന് കാണുമ്പോൾ അവിടെയാണ് ഹോപ്പ് ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റാതെ, നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റാതെ സൂക്ഷിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. So what are we anchoring our hope on? This corona has taught us so many things. Money cannot be the anchor. Our position cannot be the anchor. Our security, other worldly securities cannot be an anchor. But who is the anchor? Jesus Christ is the only anchor എന്നുള്ളത് മനസ്സിലായില്ല എങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആങ്കർ നഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം ഓർമ്മിപ്പിക്കാറുള്ളൂ. കാരണം ഞാൻ കാണുന്ന ചെറുപ്പക്കാരുടെ അനുഭവം, കോവിഡ് കാലം കഴിയുമ്പോഴത്തേക്ക് ഞാനും നിങ്ങളും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട ഒരു തലമുറ പോസ്റ്റ് കോവിഡ് എറയുടെ, അത് ഏത് ലോകത്തിന്റെ മേജർ ട്രാജഡീസും കഴിഞ്ഞ് കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ്. പീപ്പിൾ ബിക്കം ഹോപ്പ്ലെസ്, ഒന്നിലും ഒരു ആശയില്ലാത്ത ആളുകൾ. പീപ്പിൾ ബിക്കം നം എന്ന് പറയുമ്പോൾ എന്താ?
ഇത്രയും ആളുകൾ മരിച്ചു, ഇത്രയും ആളുകൾക്ക് രോഗം വന്നു, ഇത്രയും ആളുകൾക്ക് പ്രയാസം ഉണ്ടായപ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ കേൾക്കുന്ന പ്രയാസങ്ങൾ ഒന്നും നമ്മളെ ബാധിക്കാതെ വണ്ണം നമ്മൾ കല്ല് പോലെയായി മാറും. We become numb. And it is important to save our souls from becoming like that. നമ്മൾ അങ്ങനെ ആയി തീരാതിരിക്കണമെങ്കിൽ ബോധപൂർവം നമ്മുടെ വിശ്വാസ യാത്ര കുടുംബമായിട്ട് മുറുകെ പിടിക്കണം. പല ഭവനങ്ങളിൽ മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കുന്നു 6 ദിവസം ഓൺലൈൻ ക്ലാസ്സസ്, ഇനി 7ാമത്തെ ദിവസം സൺഡേ സ്കൂളും കൂടെ ഓൺലൈൻ അറ്റൻഡ് ചെയ്യണ്ട എന്നുള്ളത് എളുപ്പത്തിൽ തീരുമാനിക്കുന്ന മാതാപിതാക്കൾ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, വേദനയോട് ഞാൻ പറയട്ടെ, അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് നമ്മളെ ശാപം വരുത്തി വെക്കുന്നു, ദോഷം വരുത്തി വെക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വേറെ ചില ആളുകൾ അവർ പറയുന്നു, പള്ളിയിൽ പോകുന്ന ഒരു സുഖം ഞങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഓൺലൈൻ ആരാധന അല്ലെങ്കിൽ ഓൺലൈനുള്ള ബൈബിൾ സ്റ്റഡി ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇതെല്ലാം മാറുന്ന ഒരു കാലം എന്നാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇതിലേക്ക് തിരിച്ചു വരുവാൻ താല്പര്യം കാണിക്കയില്ല എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകല്ല. അതുകൊണ്ട് ഇന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വിശ്വാസയാത്ര മാത്രം നമ്മൾ മാറ്റിവെക്കുന്നു. പ്രിയമുള്ളവരെ, ഹോൾഡിംഗ് ഓൺ ടു ദിസ് ഫെയ്ത്ത് journey in whatever possible forms, whatever best way we can is important so that our family does not lose the rhythm. Adutha slide please. So let us ask a question. Is my life experiences bringing me closer to God or taking me away from God? Is the life experiences bringing me closer to God or taking me away? So there are so many things in the last 2 years. എനിക്കറിയാം ജിജി അച്ഛൻ പറഞ്ഞത്, ആ ഇടവകയിൽ തന്നെ 2 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള് ഈ ലോകത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടു, ഈ കോവിഡ് കാരണം തന്നെ. അപ്പോൾ പലതും നമ്മൾ അനുവദിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, without our permission things happen, but our response happens with our permission. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അനുവദിക്കാതെ ആണെങ്കിലും നമ്മളുടെ പ്രതികരണം നമ്മൾ അനുവദിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് important to realize, is my life experience bringing me closer to God or taking me away? ഈ കോവിഡ് കാലത്തിൽ 2 മാസം മുൻപ് ഞങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു കുടുംബ സുഹൃത്ത്, ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് ലക്നൌവിൽ ശുശ്രൂഷ ചെയ്ത ഇടവകയിൽ അന്ന് തൊട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ്. ഏപ്രിൽ അവസാനം ഞങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. ഞാനും അച്ഛനും 2 പേരും കോവിഡ് പ്രയാസത്താൽ കഴിയുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തിലെ ആ ദാസനും, അതായത് ഒരു 60 വയസ്സ് കാണുമായിരിക്കാം, അദ്ദേഹത്തിനും കോവിഡ് വന്നു. എന്നാൽ അദ്ദേഹത്തിന് മറ്റു പല രോഗങ്ങൾ, ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. കുറെ ദിവസങ്ങൾ ഭവനത്തിൽ തന്നെ ചികിത്സിച്ചു. എന്നാൽ പിന്നീട് ഹോസ്പിറ്റൽ ആക്കേണ്ടി വന്ന അനുഭവം. ആ ഒരു കാലഘട്ടത്തിൽ ലക്നൗ എന്നുള്ള പ്രദേശത്തെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അവിടെ ഒത്തിരി ആളുകൾക്ക് പെട്ടെന്ന് ഈ ഒരു കേസസ് ഒത്തിരി കൂടിയ ഒരു കാലഘട്ടമായിരുന്നു. സോ ദിസ് പേഴ്സൺ വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിച്ചെങ്കിലും പെട്ടെന്ന് രോഗത്തിന്റെ അവസ്ഥയ്ക്ക് അങ്ങ് പ്രയാസമുണ്ടായി. വളരെയധികം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു അനുഭവം. അവർക്ക് ഒരു മകനേ ഉള്ളൂ. അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. എന്നാൽ പിതാവിന് ഇതുപോലത്തെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ തിരിച്ച് ലക്നൌവിൽ വിളിച്ചു വരുത്തി. ഹോസ്പിറ്റൽ ICU കഴിയുന്ന സമയത്ത്, ട്രീറ്റ്മെന്റിൽ കഴിയുന്ന സമയത്ത് ഷാജി, ആ ദാസന്റെ പേര് ഷാജി, മോന് അടുത്തിരിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്തൊക്കെ മോനോട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നു. ഷാജിയുടെ വലിയ ആഗ്രഹമായിരുന്നു റിട്ടയർ ആയതിനു ശേഷം, അല്പനാൾ ഈ 2-3 മാസം കൂടെ ഉള്ളു റിട്ടയർ ആകാൻ. റിട്ടയർ ആകുന്ന ശേഷം നാട്ടിൽ പോയി വീട് വെച്ച് താമസിക്കണമെന്ന്. എന്നാൽ ഷാജി പറഞ്ഞത്, മോനെ, ഇവിടുള്ള വീടൊന്നും നമുക്ക് വേണ്ട, സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് കരുതിയിട്ടുണ്ട്, ആ വീടിനായിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദൈവവചനത്തിലുള്ള പ്രത്യാശ, ആ കാര്യങ്ങൾ ആവർത്തിച്ച് മകനോട് പറഞ്ഞുകൊണ്ടിരുന്നു. 2 ദിവസത്തിന് ശേഷം ഷാജിയുടെ അവസ്ഥ വളരെയധികം പ്രയാസമായപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, വി ഹാവ് നോ ഹോപ്പ് നൗ. അപ്പോൾ ഈ മോന്റെ പേര് സോളമൻ. മോൻ അപ്പന്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ഷാജി വല്ലാതെ ഒരു ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്നുണ്ട്. വല്ലാതെ ഒരു അവസ്ഥ കണ്ടപ്പോൾ മോന് അപ്പനോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? അപ്പ, ബി കാം,
God is with us. ഈ ലോകത്തിലല്ല നമ്മുടെ വീട്. യേശു അപ്പച്ചൻ നമുക്കായിട്ട് വീട് ഒരുക്കുന്നുണ്ട്. അപ്പ സമാധാനമായിട്ട് കിടക്കാം. He knew that his father was there for only few more hours. ഈ 28 വയസ്സുള്ള മോൻ അറിയായിരുന്നു അപ്പന് അധികം ആയുസ് ഇല്ല ഇനിയും. എന്നാൽ ഈ മകന് അപ്പന് സമാധാനം കൊടുത്തു. 2 ദിവസം മുൻപ് അപ്പൻ പറഞ്ഞ അതേ വാക്യങ്ങൾ മകൻ തിരിച്ച് അപ്പനോട് പറഞ്ഞു. ഷാജി നല്ല വേദനയിൽ കൂടെ കടന്നു പോകുന്നു, ഫുൾ കോൺഷ്യസ് അല്ല. എന്നാൽ ഷാജിയുടെ എപ്പോഴും ഉള്ള സ്വഭാവമാ, ഷാജി പറയുന്ന അഭിപ്രായത്തോട് വേറൊരാൾ അതേ അഭിപ്രായം പറയുമ്പോൾ ഷാജി പറയും കൊടുകൈ, എന്നിട്ട് കൈ കൊടുക്കും. മോൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വയ്യാതെ കിടക്കുന്ന ഷാജി പറയുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും മോന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഈ അനുഭവം ഷാജിയുടെ വൈഫ് പങ്കുവച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, തീർച്ചയായിട്ടും ഷാജി വാസ് അറ്റ് പീസ് that his son understood what is the real hope in this world. അന്ന് ഉച്ചയോടുകൂടി ഷാജി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ തീർച്ചയായിട്ടും മാറ്റപ്പെടുമ്പോൾ ഒരു സമാധാനത്തോടെ പോയി കാണും. എന്താണ് സമാധാനം? വിശ്വാസത്തിന്റെ നങ്കൂരം തന്റെ മകനെ ഭരമേൽപ്പിച്ചിട്ട് താൻ ഈ ലോകത്തിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ കണ്ട ഏറ്റവും വലിയ സ്വപ്നം മകനിലേക്ക് പകർന്നു കൊടുത്തിട്ട് പോകുന്നു എന്നുള്ള സമാധാനത്തോടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, ജീവിത സാഹചര്യത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ വിശ്വാസികളായ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. Why is this happening to our family? Why are we going through these tragedies? How is our response? നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രതികരണം വിശ്വാസത്തിന്റെ നങ്കൂരം അല്ല എങ്കിൽ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള ദുരിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. So let us think about, is my life experiences bringing me closer to God or taking me away? Next slide, please. And the last one, mutual empowerment. What is mutual empowerment? It is the purpose of the family. Carry each other's burdens, and in this way you will fulfill the law of Christ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നു. Each others, പരസ്പരം ഭാരങ്ങളെ വഹിക്കുക. ഒരു കുടുംബം സമാധാനമായിട്ട് കഴിയുന്നു, ഒരു കുടുംബം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ കഴിയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? അത് ഒരു പക്ഷെങ്കിൽ മെറ്റീരിയലിസ്റ്റി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, സ്പിരിച്വലി ആയിരിക്കാം. ഇത് പരസ്പരം ഭാരങ്ങളെ പങ്കുവെക്കുമ്പോൾ ഈ ഒരു കാലഘട്ടം നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ നേരിടുവാനായിട്ട് സാധിക്കും. ധാനി ഇടവക പള്ളി അങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ജിജി അച്ഛൻ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ആവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും സഹായിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു ഇടവക. തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ ഒത്തിരി ആളുകൾ ഇതുപോലെയുള്ള പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹൗ ക്യാൻ വി മ്യൂച്വലി എംപവർ ഈച്ച് അതർ? ഒരു പക്ഷെങ്കിൽ ഇന്ന് ഞാനായിരിക്കാം ഇമോഷണലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അവിടെ വേറൊരാളെ താണിരിക്കുമ്പോൾ അല്ലെങ്കിൽ തകർന്നിരിക്കുമ്പോൾ ഒരു ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ചോദിക്കുമ്പോൾ ആ കുടുംബത്തിന് ആശ്വാസം ലഭിക്കും, ഒരുമിച്ച് കരകയറുവാനായിട്ട് സാധിക്കും, താളം തെറ്റാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ മാർച്ചില്, അതായത് 2020 മാർച്ചിലാണല്ലോ ഇതിന്റെ ആദ്യത്തെ ഒരു വേവ് വന്നപ്പോഴെല്ലാവരും ഒത്തിരി പ്രയാസപ്പെട്ടത്. ലോക്ക്ഡൌൺ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ അന്ന് സെന്റ് തോമസ് മൗണ്ട് ചെന്നൈ അവിടെയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു കുടുംബം, ആ ചെറുപ്പക്കാരന് കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്നു. ഭവനത്തിൽ ഭാര്യയും 2 കൊച്ചു കുഞ്ഞുങ്ങളും മാത്രം വീട്ടിലുണ്ട്. ആ കഴിഞ്ഞ മാർച്ചിലെ ലോക്ക്ഡൌൺ ഒക്കെ ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ പോലല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആർക്കും എങ്ങോട്ടും പോകാനോ ഒന്നും സഹായിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ഭവനത്തിന്റെ ആ ആള് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ഭാര്യ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഭവനത്തിലായിരിക്കുന്ന സമയത്ത് വളരെയധികം വിഷമിച്ചു. കാരണം കൊച്ചു 2 കുഞ്ഞുങ്ങളാ, ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഒരു സാധനം മേടിക്കാനോ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കുവാൻ പോലും ആരും സഹായത്തിനില്ല. And they were staying in a big society where it is all big villas and people are, financially doing good. ആ സമയത്തൊക്കെ ഒരു ഭവനത്തിൽ കോവിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വന്ന് ബോർഡ് കൂടെ ഒട്ടിച്ചിട്ട് പോകും. അപ്പോൾ nobody is able to come there or they are not able to go out. She was finding it very difficult how to even buy about packet of milk for children. ഭർത്താവ് ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോൾ she was very scared
how to put in this group of the community. നമുക്കറിയാം നമ്മളൊരു സൊസൈറ്റി താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. How to put it in the group that my husband is COVID positive and we are all affected, we are at home എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ള വളരെ പേടിച്ചിരുന്നിട്ട് ഏതായാലും ഒളിച്ചു വെക്കുവാനായിട്ട് സാധ്യമല്ല. പ്രാർത്ഥനയോടെ she put that in the group and she just let them know that our family is tested COVID positive. Later when she is sharing her experience with me, അവൾ പറഞ്ഞത് I was afraid of the reaction of the people, but to my surprise, immediately I had response from so many people who said, in what way can we help you? എപ്രകാരം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ബാക്കി വാട്സാപ്പ് മെസ്സേജസ് മുഴുവൻ. അടുത്ത ദിവസം ഒരു കൂട്ടർ കൊണ്ട് വെജിറ്റബിൾസ് വാതിക്ക വെച്ചിട്ട് പോയി, വേറൊരു കൂട്ടര് മരുന്ന് വാതിക്ക വെച്ചിട്ട് പോയി, വേറൊരു കൂട്ടർ കുഞ്ഞുങ്ങൾക്കുള്ള പാലും അല്ലെങ്കിൽ സ്നാക്സ് അതുപോലുള്ള കാര്യങ്ങൾ സഹായിക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ സഹോദരി അനുഭവം പങ്കുവച്ചത്, God used every one of them to help us through this crisis. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇപ്പോൾ താമസിക്കുന്ന ലൊക്കാലിറ്റി, കമ്മ്യൂണിറ്റി ഒരു പക്ഷെങ്കിൽ സ്ട്രിക്ട്നെസ് ഇല്ലായിരിക്കാം, ഒരു പക്ഷെങ്കിൽ സ്ട്രിക്ട്നെസ് ഉണ്ടായിരിക്കാം. പല രീതിയിലുള്ള ആവശ്യങ്ങളിൽ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ reach out to others. Next slide, please. Reach out to others. How we can do that? Because we have to realize that no one is safe until everyone is safe. ഞാൻ ഓർക്കുന്നു എൻ്റെ ഭവനത്തിൽ എനിക്കെല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് വീട്ടിലിരിക്കാം എന്ന് വിചാരിക്കുമ്പോഴും അവിടെ നമ്മൾ ഓർക്കണം, no one is safe until everyone is safe. ഇത് കൊറോണ കൊണ്ട് മാത്രമല്ല, വേറൊരാൾക്ക് ഈ രോഗത്തിന്റെ പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം മനസ്സിന്റെ സമാധാനം തകർച്ച അനുഭവിക്കുമെങ്കിൽ ഞാനും നിങ്ങളും സേഫ് അല്ല. ഇന്ന് നമ്മൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാൽ, സന്ധി കഴിഞ്ഞാൽ പല സംഭവങ്ങൾ നടക്കുന്നു. കാരണം ആളുകളുടെ ഈ പണമില്ല, എന്തും ചെയ്യാൻ മടിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് റോഡ്സിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. എവ്രിബഡി ഈസ് ക്രേസി ആൻഡ് വാണ്ടിങ് ടു മേക്ക് മണി ഇൻ സം ഓർ ദി അതർ വേ, വില്ലിങ് ടു റെഡി ടു കിൽ ഈച്ച് അതർ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ we have to reach out, we have to connect with people, and we have to cooperate so that we can tide over this crisis together. We have to realize we are more powerful when we empower each other. പരസ്പരം ശക്തീകരിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റാതെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്, the last one. So ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ God bless us to maintain the family rhythm. How? By reframing the thoughts, regulating the emotions. നമ്മുടെ വികാരങ്ങളെ പാകപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. Honoring each other, പരസ്പരം മാനിക്കുവാനായിട്ട് സാധിക്കണം. പരസ്പരം ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുവാനായിട്ട് സാധിക്കണം. വിശ്വാസത്തിന്റെ നങ്കൂരത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കണം. പരസ്പരം ഏത് രീതിയിലാണ് സഹായിക്കാൻ പറ്റുന്നത് അത് ചെയ്യുവാനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ പറയും സൊസൈറ്റി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് കോൾഡ് ഫാമിലി. ഒരു സമൂഹത്തിന്റെ തകർച്ച എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയാമോ? കുടുംബം തകരുമ്പോഴാണ്. സമൂഹത്തിന്റെ വളർച്ചയും ഒരു കുടുംബം വളരുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും പറയും സമൂഹം ഓൾറെഡി താളം തെറ്റിയിരിക്കുക അല്ലേ? സമൂഹം ഓൾറെഡി താളം തെറ്റിയിരിക്കുക. അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. എന്റെ ഭവനത്തിലെ താളം തെറ്റാതെ സൂക്ഷിക്കുമെങ്കിൽ അത് സമൂഹത്തിന്റെ താളവും കൂടെ ശരിയാകുവാൻ വണ്ണം സഹായിക്കും. So life isn't about waiting for the storm to pass. It is about learning to dance in the rain. ഈ കോട്ടൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന വാട്സാപ്പ് മെസ്സേജസ്, ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ തൃപ്തി കണ്ടെത്തുന്നത് രാവിലെ എഴുന്നേറ്റ് കുറെ പോസിറ്റീവ് ഫോർവേഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കഴിയുമ്പോൾ നമ്മുടെ ജോലി തീരും എന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ ആ കൂട്ടത്തിൽ കണ്ട ഒരു കോട്ടായിരിക്കാം, life isn't about waiting for the storm to pass. It is about learning to dance in the rain. ഈ ഒരു കോളിളക്കം അല്ലെങ്കിൽ കാറ്റും കടലും, കോളിളക്കം ഒരു സ്റ്റോം, മലയാളം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ ഒരു സ്റ്റോമി സമയത്ത് നമ്മൾ ഇതിന്റെ കൈയും കെട്ടിയിരിക്കാൻ ഒക്കത്തില്ല. ലെറ്റ് ദ സ്റ്റോം ബി ഓവർ, കോവിഡ് കാലം കഴിയട്ടെ എന്നും പറഞ്ഞിരിക്കാനായിട്ട് ഒക്കത്തില്ല. We have to find our rhythm. We have to find our steps to maintain the rhythm. It is about learning to dance in the rain without falling or without slipping down. God bless us to reflect on it, to use the resources that we have and rededicate ourselves
so that our family rhythm can be maintained well. God bless all of us. Thank you, Vachama. A very meaningful and powerful session. എന്തെങ്കിലും ഇത് വച്ചമ്മയുടെ ടോക്കുമായി ബന്ധപ്പെട്ട് any explanation or anything clarification എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ കൈ ഉയർത്തിയാൽ മതി. ജെയിംസ് നോട്ട് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അച്ഛാ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ചാറ്റ് ബോക്സിൽ ഇടാം. അച്ഛമ്മ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് അവര് പറയുന്നത്. വളരെ anybody else? ആരെങ്കിലും? Yeah, I think somebody has unmuted. No? പച്ചമ്മ വളരെ ഭംഗിയായിട്ട് സബ്ജക്റ്റ് ഒക്കെ അവതരിപ്പിച്ചു. കേട്ട് വളരെ സന്തോഷമുണ്ട്. 70 വർഷം മുമ്പ് എന്റെ ചെറുപ്പത്തിൽ എന്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങൾ കൊച്ചമ്മ ഇന്ന് സയന്റിഫിക് ആയിട്ട് ഇതായിട്ട് സൈക്കോളജിക്കൽ വേയിൽ അവതരിപ്പിച്ചു. അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ 2 എക്സാമ്പിൾ അന്നത്തെ എന്നോട് പറഞ്ഞത് ഞാൻ പറയാനുള്ളത് ആഗ്രഹിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഒരു കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് നമുക്ക് 2 കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 70 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒന്ന്, നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭവനത്തിൽ വരുന്ന ഭാര്യ എപ്പോഴും ഓർക്കണം, മറ്റു ഭവനത്തിൽ മാതാപിതാക്കന്മാരെ വിട്ടേച്ച് നിന്റെ ഭവനത്തിൽ വന്ന ഒരു ഗസ്റ്റ് ആണ്. ആ ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ നീ നിന്റെ ഭാര്യയെ ട്രീറ്റ് ചെയ്യണം. 2, നിങ്ങളുടെ വീട് ഒന്നാണ്. നിങ്ങൾക്ക് 2 പേഴ്സ് ഉണ്ടായിരിക്കരുത്. നിങ്ങൾക്ക് ഒരു പേഴ്സേ ഉണ്ടായിരിക്കാവൂ. 2 പേരും അറിയുന്ന സ്ഥലത്ത് പൈസ വെക്കണം. 2 പേരും അവരുടെ ഇഷ്ടം അനുസരിച്ച് വിശ്വസ്തയോടെ അവർ ചെലവഴിക്കും. 3-ാമത്തെ കാര്യം, വീട്ടിലെ സംസാരത്തിന്റെ കാര്യം കൊച്ചമ്മ പറഞ്ഞു. അത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അന്ന് 70 വർഷം മുമ്പുള്ള സംസ്കാരമാണ്. അത് കുറച്ചുകൂടെ മോഡിഫൈ ആയിട്ടാണ് കൊച്ചമ്മ പറഞ്ഞത്. നമ്മുടെ സംസാരത്തില് അന്ന് പറയുന്ന കുറവന്മാരുടെ ഭാഷ നമുക്ക് ഉണ്ടായിരിക്കരുത്. ഇതാ എന്നോട് പറഞ്ഞ വാചകം. അതായത് 2 പേര് പാടത്ത് പോയി ജോലി ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ട് അമ്മ ചോദിക്കും മോളോട്, എടീ അമ്മ വന്നോടി, മറുപടി കൊടുക്കും, അമ്മ പിന്നെ മരാലാന്നോ? അമ്മന് വല്ലതും കൊടുത്തോടി, അമ്മന് പിന്നെ കൊടുക്കാലാന്നോ? അമ്മ പോയോടി, അമ്മ പിന്നെ പോകാലാന്നോ? ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് നമുക്ക് പലപ്പോഴും ഭവനങ്ങളിലുള്ളത്. അങ്ങനെയുള്ള ഭവനങ്ങൾ ഉള്ള സംസാരം ഇല്ലാതെ, നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞത്, എവിടുന്നെങ്കിലും പോയി ചേരും ഭാര്യ നല്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിചാരിച്ച് ഉപ്പ് കൂടിപ്പോയി. അത് നമുക്ക് പല വിധത്തിൽ നമുക്ക് അവതരിപ്പിക്കാം. ചോദിക്കാം, നീ എവിടെ നോക്കിയാണ് ഈ ഉപ്പിട്ടത്? എന്തൊരു ഉപ്പായത്? വേറെ വിധത്തിൽ പറയാം, ഇത് ഉപ്പ് ഒരുപാട് കൂടുതൽ, അതുകൊണ്ട് ഇത് കൂട്ടാൻ പ്രയാസമാണ്, വേറെ വല്ല കൂട്ടാൻ കിട്ടാം. 3-ാമത് ചോദിക്കാം, ഇനി ഉണ്ടാക്കി ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു, പക്ഷേ ഉപ്പിടെ കുറഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേ. ഇങ്ങനെയുള്ള ഒരു ജീവിതം കുടുംബജീവിതത്തിലാന്ന് വരിയില് കുടുംബത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഇല്ലാതെ സന്തോഷമായി സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് 70 വർഷം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കൊച്ചമ്മ പറഞ്ഞതിനോട് ചേർത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? Is there anybody else?
താങ്ക് യു കൊച്ചമ്മ. ഞങ്ങൾ ഒരുപാട് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും തീർച്ചയായിട്ടും നമ്മുടെ ഭവനങ്ങൾക്ക് വ്യക്തിഗതമായും ഇൻഡിവിജ്വൽ ലൈഫിലും ഒക്കെ കൊച്ചമ്മയുടെ ടോക്ക് വളരെ പ്രയോജനപ്പെട്ടു. തീർച്ചയായിട്ടും കൊച്ചമ്മ എടുത്ത എഫേർട്ട് ദൈവം ശക്തീകരിക്കട്ടെ. ഞങ്ങൾക്കെല്ലാം ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ഗൈഡൻസ് ഇന്നത്തെ ഈ സെഷനിലൂടെ ലഭ്യമായി. എത്ര കുഞ്ഞുങ്ങൾ കേട്ടു എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ യൂട്യൂബിലൂടെ ഒക്കെ അവരെ ഇത് കേൾപ്പിക്കണം. അവരൊക്കെ കേട്ട് കൂടുതൽ വാല്യൂ ഉള്ളവരായി അന്യോന്യം എംപവറിങ് ഈച്ച് അതർ ശക്തീകരിക്കുവാൻ സഹായിക്കട്ടെ. ഇപ്പോൾ സമയം അതിക്രമിച്ചു. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഇടവ സെക്രട്ടറി പ്രിയ KT തോമസിനെ ക്ഷണിക്കും. Morning, everybody. Let's thank Almighty God for this Sunday morning and this family retreat and the technology that was available to hear and enjoy such a good session. Like to thank Prasad Abraham and family for the wonderful song that they presented in the beginning of the session. And it's also an opportunity to congratulate Mr. Prajish, who is now Dr. Prajish, who has got his PhD from IIT on the subject on educational technology. So especially Prajish has been very active, and in spite of all the, getting on with his family, extended family, as well as the little daughter, as well as in various activities of the church, he still managed to get his PhD. Congratulations from all of us. So today, as I was hearing, and yes, let me thank Achan also for organizing this family retreat. Thank you, Achan, for that also. Then today has been a day of our words. We started with the word retreat. Retreat is such a negative word. It means move back. It means withdraw. It's like it's like army retreating it. And then we had such positive connotations on the word, on the R words. And the first positive connotation was our own Reena John Kochamba, who presented this in a wonderful and fantastic way. And Kochamba, we are very happy. We are very thankful for you for coming and presenting this session, especially that you presented it with slides and with a lot of full of English, completely in English. I think a lot of people grasped upon it and gathered information from it. For the first time, we exceeded our 100 limitation of Zoom, and we had to extend it to the YouTube. So I'm pretty sure that a lot of people have heard it, and they should be cherishing it for long. So among the lot of R words that I've captured, I will just run through a few of them. Reflect, resource list, rededicate, rhythm amidst the VUCA situation, reframe, regulate, recognition, respect, responsibility, remind, reaction, relationship, real talk, response, and finally, reach out to empower, connect, and cooperate. Thank you, Kochamba, very much. There's only one more small announcement. The Sevika Sangam is having an AGM on 10th of July. The separate notice will be put by the secretary. Please attend the same. Thank you, Achan. Nothing else. Thank you. Closing prayer night, Mrs. Anu Johnson. Let us bow our heads in prayer. Loving Heavenly Father, we thank you for this day that you have given us to come before you into your presence. We thank you, Master, for this privilege and this opportunity that you've given us to come before your throne of grace this morning. We thank you, Master, for making it possible for so many of us to gather into your presence this morning to worship you, to thank you, to praise you,
We adore you, Master. We magnify your name, Master, and we come before your throne of grace with our needs and our petitions, Master. We thank you, Master, for this week that has gone by. We thank you, Master, for the 6 months of this year that has gone by, and your ever-loving presence was with each one of us, with each one of our families, taking care of us, and every need of ours you have taken care, Master. You have covered us under your precious wings during these days of the pandemic, Master, and you have taken care of every need of ours. You have kept us and our families safe and sound. We thank you, we praise you, we worship you, Master. When we look around, there is so much of pain and suffering, but you in your love, grace, and mercy have kept us safe and sound, Master. You have covered us under your precious wings during these days of the pandemic, Master. At this time, Master, we thank you for the families that each one of us are blessed with, Master. We pray for our grandparents, for our parents. We pray for our children. We commit our extended families into your hands, Master. We thank you for the families that each one of us is blessed with, Master, because they have been with us through the thick and thin of our life, Master, through all the ups and downs of our life, Master. And they have been there, Master, to lead us in faith, to share the experiences with us, Master, of the wonderful way in which you have been leading them, and they have transferred their faith to us, Master. We thank you for our families that we've been blessed with, Master. At this time, we pray for those, Master, who are suffering because of broken relationships in their families, Master. During these days of the pandemic, there are so many families which are broken, Master. So many who are experiencing domestic violence in their houses, Master. Each one of them, we commit into your hands. We pray, Master, that your love would touch upon their hearts, Master, that they would be able to experience your love, your joy, your hope, and you would renew and restore all the broken relationships, and you would set everything right in their homes, Master. We commit each one of those families who are going through pain at this time. With this time, Master, we especially pray for those who have lost their near and dear ones in this pandemic, Master. So many parents have lost their children. So many children have lost their parents, Master. But help each one of them, Master, not to give up on their faith, not to give up hope. Continue to trust on you, continue to lean onto you, Master, and your peace that passeth all understanding fill into their hearts and help them, Master, to deal with the loss of their near and dear ones, Master. We thank you, Master, for this message that we've heard together, Master. We thank you for the blessing it was to each one of our lives, Master. Help us, Master, to introspect into our lives on the basis of what we have heard today, Master. Help us to change ourselves, Master. We commit ourselves, we surrender ourselves, our families into your hands, Master, so that we would be able to change ourselves and maintain the rhythm in each one of our families, Master. At this time, Master, as we heard today, Master, help us to spend time with your word. Help us to study your word. Help us to meditate on it and lead lives according to your will, Master. We also thank you, Master, for all that we've heard today, Master. Help us to reframe our thoughts, regulate our emotions. Lord, help us to honor each one of our family members. Help us, Lord, to appreciate and express our gratitude to each other in our families, Master. We have taken so many of the things granted in our lives, and we have gone ahead, Master. We seek your forgiveness for all the wrongs that we've done, and we commit our families into your hands. We help us to be more understanding towards the need of each other, and help us to accept each other in our families as they are, Master. Help us to create an atmosphere in our homes where we can open our hearts and talk to each other and be understanding to each other. Help us, Lord Jesus, to anchor our hope in you and you alone, Master. Help us to instill the faith that we have been brought up to our children, Master. Help us to know that the only thing that they need to know is to anchor their hope and faith in you, Master. We thank you, Lord, for our parish, which is an extended family to each one of us. During these days of the pandemic, there were so many people who were suffering, but everyone in our parish have come together as one family and has stood by for each other. We thank you for each one of them. We thank you for all the efforts that they've taken, Master. We pray for Reena Kochama. We thank you, Master, for using her to reach out to people who are suffering, helping her to reach out to people to ease their pains, helping people to look into their lives and set things right, Master. We thank you for her ministry. We pray that you bless her. We pray that we continue to bless her with knowledge, understanding, and wisdom so that she can deal with all the counseling sessions and all the people who come to her
help her to reach out to them and ease their pain. We pray for Achin and Kochama and their ministry in Secunderabad. Please, we pray that you continue to use them in their ministry. We also thank you and praise you, Master, and we pray for Gigi, Achin, Kochama and the children. Thank you for the ministry over here that they have, Master. We thank you for the efforts that Achin and Kochama take, Master, to reach out to each one of our families here. They have been a source of strength and encouragement to each one of our families, Master, and they keep in touch with each one of our families. We thank you for the ministry that they are leading in our and helping us, Master, to shepherd this our parish, Master. We thank you once again for this time that you've given us. We commit each one of our families into your hands. We pray that you bless us to maintain the family rhythm. We committing everything into your mighty hands. We ask everything in the precious name of our Lord and Savior Jesus Christ. Amen. Amen. May the triune God, the Father, Son, and the Holy Spirit strengthen us individually and in our families in future actions.